മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ വിവിധങ്ങളായ സമരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ജീവനക്കാർ നമ്മോടൊപ്പം നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒപ്പ് ശേഖരണത്തിലൂടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയെയും അതിലെ ജീവനക്കാരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജീവനക്കാരുടെയും പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ അരമന അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാലകൃഷ്ണൻ പെരിയ അവറുകളാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക്, ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ട്രഷറർ, ജില്ലയുടെ അഭിമാനം കൂടിയായ ശ്രീ വിനോദ് കുമാർ ടിവിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസോസിയേഷന്റെ പ്രിയങ്കരനായ സംസ്ഥാന ട്രഷറർ വിനോദ് എരവിൽ, കാസർഗോഡ് ജില്ലയുടെ ചാർജുള്ള പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ മെറിൻ ജോൺ, സംസ്ഥാന സെക്രട്ടറി എ വി ജോർജ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ രജിത് ചന്ദ്രൻ, ശ്രീ സുബേഷ് കുമാർ. കഴിഞ്ഞ 9.5 വർഷമായിട്ട് സമരത്തിൻ്റെ ഓർമ്മമുഖത്താണ്. ആ മുഖത്ത് അവിടെ ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ 7600ഓളം വരുന്ന ജീവനക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം ആയിട്ടുള്ളത്. അവരുടെ ചില ആഗ്രഹങ്ങളും ചില അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്രസ്ഥാനം മുന്നിൽ നിന്ന് നയിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് വാട്ടർ അതോറിറ്റിയിലെ മുഴുവൻ ജീവനക്കാർക്കും കൃത്യമായിട്ട് അറിയാം. അത് അവർ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. കേരളം കഴിഞ്ഞ 9.5 വർഷമായിട്ട് നമ്പർ 1 സംസ്ഥാനമാണ്. എന്തിനും നമ്പർ 1. ആ നമ്പർ 1 എന്ന് അറിയിക്കുന്നതിന് വേണ്ടി തന്നെ സംസ്ഥാന ഖജനാവിൽ നിന്നും കോടികൾ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് വിവരാവകാശ രേഖപ്രകാരം പുറത്തുവന്നത്. ഇതാണ് നമ്പർ 1 എങ്കിൽ പ്രിയപ്പെട്ട കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, ആദ്യമൊക്കെ ജീവനക്കാർ പറഞ്ഞു തുടങ്ങി, ഇപ്പോൾ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞു തുടങ്ങി ഞങ്ങൾക്ക് നമ്പർ 1 വേണ്ട എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടേത്. ഇപ്പോൾ ദൈവങ്ങൾ പറയുന്നു ഞങ്ങൾ കേരളത്തിൽ നിൽക്കുന്നില്ല, തൊട്ടടുത്ത കർണാടകയിലോ തമിഴ്നാട്ടിലേക്കോ പോയി നോക്കാം, അവിടെ ഇരിക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം എന്നുള്ളതാണ് പറയുന്നത്. ദൈവങ്ങളെ പോലും കട്ട്, അമ്പലങ്ങളിൽ പോലും കട്ട് മുടിച്ചുകൊണ്ട്, നമുക്കറിയാം ഏറ്റവും പരിപാവനമായ സ്ഥലമാണ് ശ്രീകോവിൽ. അവിടുന്ന് പോലും സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിക്കൊണ്ടാണ് 9.5 വർഷം കഴിയുമ്പോൾ അവസാന ലാപ്പിൽ ഓടുമ്പോൾ എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട്, കയ്യിൽ കിട്ടുന്നതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാം എന്ന് ചിന്ത ഭരണകൂടത്തിനുണ്ടായപ്പോഴാണ് നമ്മൾ കാണുന്ന ഒട്ടനവധി സംഭവങ്ങൾ ലൈവായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിന് അവസാന പാടുന്ന നേതാക്കള്, അവർക്ക് വേണ്ടി പാട്ട് പാടുന്ന CIT അടക്കമുള്ള ഭരണകക്ഷികൾ, യൂണിയനുകൾ
പ്രിയപ്പെട്ടവരെ, ജീവനക്കാരെ മറന്നൊരു സംഘടന, ജീവനക്കാരുടെ ആവശ്യങ്ങൾ മറന്നൊരു സംഘടന, ജീവനക്കാരെ കണ്ടില്ലെന്നടിക്കുന്ന സംഘടന, അത് റഫറണ്ടത്തിൽ 1-ാം സ്ഥാനമായി കഴിഞ്ഞാലും അതിന് മുന്നിലായി കഴിഞ്ഞാലും ജീവനക്കാർ നിങ്ങളുടെ പുറക്കില്ല എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 വർഷം ചില സംഘടനകൾക്ക്, പ്രത്യേകിച്ച് ഭരണത്തിന് പാട്ടുപാടുന്ന സംഘടനകൾക്ക് സമരമുണ്ടായിരുന്നില്ല, സമരം ചെയ്യാനറിയില്ല. ഇപ്പോഴ് അവർ സമരം ചെയ്ത് പഠിച്ചു വരാൻ പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമരത്തിനെതിരല്ല, സമരം ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന്, ഞങ്ങൾ ചെയ്യുന്ന 9.5 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന മുദ്രാവാക്യത്തിന് വിലയുണ്ടെന്ന് പ്രിയപ്പെട്ട ഭരണകക്ഷി നേതാക്കൾക്ക് പറയാൻ ഒക്ടോബർ 6 വരെ 9.5 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു. കേരളത്തിലെ ജനതകള്, കേരളത്തിലെ പ്രിയപ്പെട്ടവര്, സാധാരണക്കാരല്ല, അവർ ഒരാൾ വരണമെങ്കിൽ 1,12,000 രൂപ വേണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ അയ്യപ്പ സംഗമം നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, ലോകം അറിയുന്നത്, ഇനി അവിടെ നിന്ന് കൈയിട്ട് വാരാൻ അയ്യപ്പന്റെ വിഗ്രഹം മാത്രമേ ഉള്ളൂ എന്നാണ്. മറ്റൊന്നുമില്ല. എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവരെ ഓർക്കുമ്പോൾ 1975 ശശികുമാർ സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്, ആലിബാബയും 40 കള്ളന്മാരും. അത് അവരെ പോലും തോൽപ്പിക്കും ഇവിടെയുള്ള മുഖ്യമന്ത്രിയും 20 കള്ളന്മാരും എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ജീവനക്കാരെ ഇത്ര വേദനിപ്പിച്ച, ജീവനക്കാരെ മനസ്സിത്ര തകർത്ത, അല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി എന്ന ഈ പൊതുമേഖലാ സ്ഥാപനം 1984 ഈ പ്രസ്ഥാനം ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം അകറ്റുന്നതിന് വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി പ്രിയങ്കരനായ കെ കരുണാകരൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ തകർക്കണമെന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ചിന്ത ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ADB അതിന്റെ ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ മുഖ്യമന്ത്രിയെയും അന്ന് കേരള സർക്കാരിനെയും കാണുവാൻ കേരളത്തിലെത്തിയപ്പോൾ അന്ന് കണ്ട അന്നത്തെ CITU അടക്കമുള്ള DYFI അടക്കമുള്ള SFI അടക്കമുള്ള അവർ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും കരിയോയിലിച്ചു. ഒരു പ്രതിഷേധം. സംസ്ഥാന സർക്കാരുമായിട്ട് ADB ജീവനക്കാർ സംസാരിക്കാൻ വരുമ്പോഴാണ് ഈ ഒരു ദുരന്തം കേരളത്തിലുണ്ട്. അതായത് അപ്പോഴും 206 കോടി രൂപ നമ്മുടെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് ആ പൈസ തിരിച്ചു പിടിക്കേണ്ടതാണ്. അതായത് ഈ 719 കോടി രൂപ ഇപ്പൊ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ പോലും 10 മാസം കൊണ്ട് 2068 കോടി രൂപ വകയിരുത്തപ്പെടും. എന്നാൽ പോലും സർക്കാർ അതിനുള്ള ഒരു സാവകാശം കാണിക്കാതെ നമുക്ക് കിട്ടേണ്ട ഈ 719 കോടി രൂപ പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. പിന്നീട് അവരിറക്കിയ ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി പോയിട്ട് ഏകദേശം 1340 കോടി രൂപയുണ്ട്, അത് 134 കോടി വെച്ചിട്ട് 10 മാസം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 529 കോടി രൂപ വീണ്ടും അനുവദിച്ചുകൊണ്ട് വരുന്നത്. ഈ 529 കോടി രൂപ വന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് നമുക്ക് നൽകിയേ പറ്റുള്ളൂ, അല്ലാതെ വേറെ രീതിയിലുള്ള നീക്കപോക്കിൽ നമ്മൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരങ്ങളിലേക്ക് പോയി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 529 കോടി രൂപയും ആ 1340 കോടിയിലേക്ക് വകയിരുത്തിയാണ് ഉണ്ടായത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പൈസ കിട്ടാനുണ്ടോ അതെല്ലാം തട്ടിയെടുക്കുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സമരമായ ജലഭവന ഉപരോധം നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ സമരമാണ് നമ്മൾ അന്ന് ചെയ്തത്. നമ്മുടെ സംഘടനാ ശക്തി ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മൾ പ്രയോഗിച്ചു. നമ്മൾ ജീവനക്കാരെ മുന്നിൽ ഉപരോധിച്ചു. വലിയൊരു പോലീസ് സന്നാഹം ജലഭവന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ഈ പോലീസ് സന്നാഹം നമ്മളെ തടഞ്ഞു നിർത്തി. നമ്മുടെ മന്ത്രി തന്നെ നേരിട്ട് നമ്മളോട് സംസാരിച്ചു, നിങ്ങൾ ഈ സമരം മാറ്റിവെക്കണം, ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകരുത്. നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഈ സമരം എനിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ നിർവാഹമില്ല. കാരണം ഈ പൈസ കിട്ടിയില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് അങ്ങ് നേരിട്ട് ഇടപെട്ട് ഈ പൈസ കിട്ടാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനക്കാരുടെ മുന്നേ വന്നു നിന്ന് അങ്ങ് ഒരു പ്രസ്ഥാനം ഇറക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് പിന്മാറാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. നമ്മൾ ചെയ്ത വലിയ സമരം നിങ്ങൾ കണ്ടതാണ്. ആ ഒരു സമരത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സർക്കാർ എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തുന്ന പോലീസിനെ ഉപയോഗിച്ച് നമ്മളെ അടിച്ചമർത്തി. പോലീസ് ശക്തമായ കേസ് ചാർജ് ചെയ്തു.
നമ്മൾ ആ സമരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ സ്വീകരിക്കാനായിട്ട് ആ റോഡ് മുഴുവൻ നിറഞ്ഞ് ഏകദേശം 400-450 പ്രവർത്തകരുണ്ടായിരുന്നു. ഏറ്റവും വലിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. പക്ഷേ സർക്കാർ ഇതിനൊക്കെ ഒരു ഫാസിസ്റ്റ് സർക്കാരിന്റെ മുന്നിലാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഇത്തരം ഫാസിസ്റ്റ് സർക്കാരിന്റെ മുന്നിൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സമരങ്ങളെ മാനുഷിക മുഖഭാവത്തോടെ കാണുകയല്ല ഈ സർക്കാരുകൾ ചെയ്യുന്നത്. ഈ സർക്കാർ നമ്മളെ അടിച്ചമർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. നമുക്കെതിരെ കേസ് ചാർജ് ചെയ്തു, നമുക്കെതിരെ സാധാരണ ഒരു പെറ്റി കേസ് ചുമത്തി തിരിച്ചു പോകേണ്ട ഒരു സമരത്തിന് അവർ വലിയ കേസുകളാണ്, വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. വലിയ വകുപ്പുകളിട്ട് നമുക്ക് ജാമ്യമെടുത്ത് മാത്രം പുറത്തു വരേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയിരിക്കുകയാണ്. പക്ഷെ ഇത്തരം കേസുകളും ഇത്തരം ഇതുകൊണ്ടും പിന്മാറുന്ന പ്രവർത്തകരല്ല വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഉള്ളത്. സ്റ്റാഫ് അസോസിയേഷൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള മുന്നോട്ടുള്ള പാതയിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ജീവനക്കാരുടെ അവകാശമായ PF തടസ്സം വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ PF എന്ന് പറയുന്നത് ആരുടെ ഔദാര്യമല്ല, നമ്മൾ കൃത്യമായി അടയ്ക്കുന്ന പൈസ, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് പിടിച്ചെടുക്കുന്ന പൈസ. മാസം തോറും 4 കോടി രൂപയോളം നമ്മുടെ നിന്ന് പിടിച്ചെടുക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ കഴിഞ്ഞ 5 വർഷമായി നിരന്തരം സമരത്തിലാണ്. എന്തിനാണ് ഈ 4 കോടി രൂപ പിടിച്ചു വെക്കുന്നത്? ഒരു പ്രത്യേക ഫണ്ടായ വാട്ടർ അതോറിറ്റി സൂക്ഷിക്കണം. ഈ പ്രത്യേക ഫണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് PF ഫണ്ട് കിട്ടാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ 480 കോടി രൂപ നമ്മുടെ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് PF ഫണ്ട്. ഇത് എന്നാണ് വകമാറ്റിയിരിക്കുന്നത്? അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ FM-ന്റെ കാലത്തല്ല, ഇതിനു മുമ്പ് ഒരു FM ഉണ്ടായിരുന്നു, പ്രദീപ് എന്ന് പറയുന്ന കാലത്ത്. അന്ന് വാട്ടർ അതോറിറ്റി സുഭിക്ഷമായിരുന്നു. നമ്മുടെ ഗവൺമെന്റ്, അതിന് മുമ്പിലത്തെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ വരുന്ന വലിയൊരു തുക, ഏകദേശം 480-380 കോടി രൂപയോളം ONM-ന് വേണ്ടി ചെലവഴിച്ചത്. അന്ന് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. കാരണം എന്താണ്? വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെ കൃത്യമായി PF കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ വകമാറ്റി ചെലവഴിച്ചവർ, ആ വകമാറ്റി ചെലവഴിച്ചതിനെതിരെയും ഇപ്പോൾ PF-ന്റെ ഇത് കൃത്യമായി ഫണ്ട് സൂക്ഷിച്ചിടാത്തതിനെതിരെയും നിരന്തരമായ സമരത്തിലായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം FM-നെ ഉപരോധിക്കുകയുണ്ടായി. FM നമ്മളുമായിട്ടൊരു കരാറുണ്ടാക്കി എല്ലാ മാസവും 2 കോടി രൂപ വെച്ചിട്ട് ഒരു പ്രത്യേക ഫണ്ടാക്കി ഇടാറുണ്ട്. പക്ഷെ നമ്മുടെ ആ സമരത്തിന്റെ ഒരു 3-4 മാസം ഇത് തുടർന്നു വന്നു. ഏകദേശം ആ ഫണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ അത് തുടർന്ന് കൊണ്ടുപോകാനോ അവർ കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് എതിരെയുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഏത് രീതിയിലെടുത്താലും ഈ സർക്കാരിന്റെ വാട്ടർ അതോറിറ്റിയുള്ള നയങ്ങൾ, ഈ പറയുന്ന പൈസ അനുവദിക്കുന്ന രീതിയിലായിക്കോട്ടെ, നമുക്ക് കിട്ടേണ്ട 719 കോടി രൂപ, 529 കോടി രൂപ, അത് കഴിഞ്ഞ് അനുവദിച്ച 186 കോടി രൂപ, BPL ഇനത്തിൽ നമുക്ക് കിട്ടേണ്ട 123 കോടി രൂപ, ഏത് വകയിലും വാട്ടർ അതോറിറ്റിയുടെ വരുമാനമായ വെള്ളം കൊടുത്ത് കിട്ടുന്ന പൈസ, ആ പൈസ വാട്ടർ അതോറിറ്റിക്ക് തരാൻ ഉള്ള ഒരു സൗമനസ്യം, അല്ലെങ്കിൽ ആ ഒരു കിട്ടേണ്ട കാര്യം ഈ സർക്കാർ നമ്മളിൽ നിന്നെല്ലാം തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ജീവനക്കാരോട് ഇവർ കാണിക്കുന്ന ചിറ്റമ്മ നയമോ, ഈ കാലം വരെയും വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർക്ക് ഏത് പേറുഷം വന്നാലും 1 ഇൻക്രിമെന്റ് 2 ഇൻക്രിമെന്റ് കൂടുതലായിരുന്നു ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ സ്കെയിലുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഉയർന്ന സ്കെയിലുകളായിരുന്നു നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ശമ്പള പരിഷ്കരണം വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്കെയിലുകൾ വെട്ടിക്കുറച്ചു, നമ്മുടെ ഇൻക്രിമെന്റ് വെട്ടിക്കുറച്ചു, നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ പേരിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സുഹൃത്തുക്കൾ കിട്ടേണ്ട നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് 80 പെർ ഡേ എന്നുള്ളത് 80 പെർ മന്ത് ആക്കി മാറ്റി. ഒരു നിസ്സാര ക്ലറിക്കുലറാണ്, അത് തിരുത്തി വരാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. പക്ഷേ ആ ഒരു കാര്യം പോലും തിരുത്താനോ അതിനെ വരുത്താനോ ഒരു ആർജവം ഈ സർക്കാർ കാണിക്കുന്നില്ല. ഇതിനെതിരെ ക്രിയാത്മകമായി ഇടപെടേണ്ട ഭരണപക്ഷ സംഘടനകളോ ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല. ഇപ്പോഴാണ് അവർക്ക് കുറച്ചൊക്കെ കണ്ണു തുറന്നിരിക്കുന്നത്, സമരമായിട്ടൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത്. പല പ്രാവശ്യം നമ്മൾ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ നൈറ്റ് ഷിഫ്റ്റ് അലവൻസിന്റെ വിഷയത്തിൽ പല പ്രാവശ്യം നമ്മുടെ മന്ത്രിയെ കണ്ട് നമ്മൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. കാണുമ്പോൾ അദ്ദേഹം പറയും, അത് കുഴപ്പമില്ല, അടുത്ത ദിവസം തന്നെ ഞാനത് പാസ്സാക്കി വിട്ടേക്കാം. അടുത്ത പ്രാവശ്യം പോയി കാണുമ്പോൾ പിന്നെയും പറയും, അത് പാസ്സായിട്ടില്ല, അതല്ല അത് പാസ്സാക്കി വിടുന്നതാണ്, ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഇവിടെ മന്ത്രിസ്ഥാനത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഞാനിത് പാസ്സാക്കി തരാം. അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെയാണ്. ഏത് കാര്യം നമ്മൾ പറഞ്ഞാലും ഞാനിത് ഇപ്പം തന്നെ ചെയ്തു തരാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം, ധനകാര്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം, നമ്മുടെ ഫണ്ടിന്റെ കാര്യം സാറ് നേരിട്ട് കണ്ട് സംസാരിച്ചാലേ നമുക്കതിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഇപ്പം തന്നെ സംസാരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളാം, ഞാൻ സംസാരിക്കും, നിങ്ങൾക്ക് ആ ഫണ്ട് മേടിച്ചു തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാനത് മേടിച്ചു തന്നിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഈ പേരുഷ നോമിനി നമുക്കറിയാം, ധനകാര്യമന്ത്രി അംഗീകരിച്ചതാണ്, നമ്മളത് അറിഞ്ഞതാണ്. പേരുഷ നോമിനി നൈറ്റ് ഷിഫ്റ്റ് അലവൻസും അംഗീകരിച്ച് വന്ന സാധനമാണ്. വീണ്ടും അദ്ദേഹം ഫയൽ തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ് ധനകാര്യമന്ത്രി.
ആ ധനകാര്യമന്ത്രി ആ ഫയൽ ഇപ്പോഴും വിട്ടിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേരുഷ അനോമലി നമ്മൾ ഈ സമരം ചെയ്തിരിക്കുന്നത്? എല്ലാ കാലവും നമുക്ക് മറ്റ് ഗവൺമെന്റ് ജീവനക്കാരെ കാട്ടിയും ഇൻക്രിമെന്റും സ്കെയിലും ഒക്കെ ഉയർന്നിരുന്ന അവസരത്തിൽ നമുക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1.38 എന്ന് പറയുന്ന ആ ഒരു ഈക്വാലിറ്റി പോലും നമുക്ക് കിട്ടാതെ പോകുന്നു. അപ്പോൾ അത് നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ധനകാര്യമന്ത്രി അത് സമ്മതിച്ചത്. അത് സമ്മതിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഔദാര്യമൊന്നുമല്ല. കാരണം എല്ലാ സർക്കാർ ജീവനക്കാർക്കും കിട്ടിയിരുന്ന ആ സംഭവം നമുക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ. കാരണം എല്ലാവർക്കും 1.38 കിട്ടുമ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് മാത്രം ചില സ്കെയിലിൽ 1.32 1.29 ഒക്കെ ആകുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിനെതിരെ നമ്മൾ ഉയർത്തിയ ശബ്ദം കേൾക്കുകയും അത് തിരുത്തി തരാമെന്ന് ഉറപ്പു തരികയും ചെയ്തിട്ട് വീണ്ടും ഫയൽ അദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടൊക്കെയാണ് ഭരണപക്ഷ സംഘടനകൾ. നമ്മുടെയൊക്കെ ഭരണകാലത്ത് നിങ്ങളൊക്കെ നമ്മുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ ബഷീറിനെ എല്ലാവരും കളിയാക്കുമായിരുന്നു, മുണ്ടെടുത്ത് നടക്കുന്ന ശിപായി എന്ന് പറഞ്ഞ്. അദ്ദേഹം സെക്രട്ടറിയുടെ ഇടനാഴികളിൽ കൃത്യമായി കയറി ഇറങ്ങുകയും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമോ താമസമോ ഉണ്ടെങ്കിൽ എവിടെയാണോ കാണേണ്ടത് അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കാരണം ഭരണത്തിന്റെ ഒരു സൗകര്യം കൂടെ ഉള്ളപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ കേൾക്കും. അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ തിരുത്തലുകൾ വരുത്താനും നമുക്ക് അന്ന് 147 മീറ്റർ പോസ്റ്റും മറ്റ് പലവിധ ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കാനായിട്ട് അന്നത്തെ ഭരണപക്ഷ സംഘടനയുടെ നേതൃത്വം ക്രിയാത്മകമായി ഇടപെടേണ്ട സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയെ കാണാനാണെങ്കിലും മന്ത്രിയെ കാണാനാണെങ്കിലും സെക്രട്ടറിയിൽ ഏത് ഉദ്യോഗസ്ഥരെ കാണാനാണെങ്കിലും ക്രിയാത്മകമായി ഇടപെട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഭരണപക്ഷ സംഘടനകളാകട്ടെ ഫേസ്ബുക്കിലുള്ള പോസ്റ്റിനപ്പുറം മറ്റ് ചില സമര ഗിമ്മിക്കുകൾക്കപ്പുറം മുന്നോട്ട് പോകുന്നില്ല. ചെലവഴിക്കാൻ വേണ്ടിയിട്ട് 12,000 കോടി രൂപ കേരള സർക്കാർ നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കുകയാണ് കേരള സർക്കാർ. ഇത് യഥാർത്ഥത്തിൽ കേരള സർക്കാരിന്റെ മാത്രം ചെലവാണ്. ആ പൈസ വാട്ടർ അതോറിറ്റിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? കഴിഞ്ഞ മുമ്പിലത്തെ മന്ത്രിസഭാ യോഗത്തിന് 9,000 കോടി രൂപ ലോൺ എടുക്കാനായിട്ട് നമുക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഇപ്പൊ ഈ പറയുന്നത് കേട്ടാൽ തോന്നുന്നു നമുക്ക് എന്തോ ചോദിച്ച് മേടിച്ചാണ് കാണുന്നത്. 9,000 കോടി രൂപ നിങ്ങൾ ലോൺ എടുത്തോ, ഞങ്ങൾ ഇത് അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം ലോണുകൾ എടുക്കുമ്പോൾ ഈ ഇവിടെ ഒരു അംഗീകാരം കിട്ടിയ സംഘടനകളുണ്ട്, അംഗീകൃത സംഘടനകൾ. ഈ സംഘടനകളോട് ഒരു ചർച്ച നടത്തുന്നുണ്ടോ? നമ്മൾ 2 പ്രാവശ്യം ഇപ്പോൾ കത്ത് കൊടുത്തു. ഈ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് നമ്മളോട് ചർച്ച നടത്തണം. ഇതിന്റെ കണ്ടീഷനുകൾ കൃത്യമായി നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കണം. കാരണം ജീവനക്കാർ ആശങ്കാകുലരാണ്. ഏതർത്ഥത്തിലാണ് ഈ പൈസ നമ്മൾ തിരിച്ചടയ്ക്കുന്നത്? എവിടെ നിന്നാണ് നമുക്ക് ഇതിനുള്ള വരുമാനം? നിങ്ങൾക്കറിയാം, ഒരു വർഷം ഈ 5,000 കോടി രൂപ ലോൺ അടയ്ക്കണമെങ്കിൽ ഒരു വർഷം നമുക്ക് ഏകദേശം 700-800 കോടി രൂപയോളം വേണ്ടി വരും. നമുക്ക് മാസം 100-150 അല്ലെങ്കിൽ 200 കോടി രൂപയോളം നമുക്ക് മാസം മാറ്റി വെക്കേണ്ടി വരും. ഒരു കാര്യം ആലോചിക്കണം. ജലജീവൻ മിഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം ഇപ്പം ഏകദേശം കണക്കെടുത്ത് ഏകദേശം 15 കോടി രൂപയോടെ നമുക്ക് കിട്ടുന്നുള്ളൂ. 17-18 ലക്ഷം കണക്ഷൻ ഉള്ളിടത്ത് ഇന്ന് 41 ലക്ഷം കണക്ഷനായി ഉയർന്നു. 23 ലക്ഷം കണക്ഷൻ കൊടുത്തിട്ടും നമ്മുടെ വരുമാനം അതേ രീതിയിൽ ഉയർന്നിട്ടില്ല. നമുക്ക് 17 ലക്ഷം കണക്ഷൻ ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 90 കോടി രൂപ. 17 ലക്ഷം കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ 60 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ വരുമാനം ഏകദേശം 90 കോടി അല്ലെങ്കിൽ 100 കോടി എന്ന് വെച്ചു. ഈ 100 കോടി രൂപയിൽ 10 കോടി എസ്ക്രോ അക്കൗണ്ടിന് വേണ്ടി പോകുന്നു, 15 കോടി രൂപ ലോൺ അടയ്ക്കാൻ വേണ്ടി പോകുന്നു. ബാക്കി നമുക്ക് വരുന്ന 75 കോടി രൂപയേ ഉള്ളൂ. ഈ 75 കോടി രൂപയിൽ നമുക്ക് ശമ്പളവും പെൻഷനുമായിട്ട് ഒരു 65 കോടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിത്യച്ചെലവിന് ഒറ്റ പൈസ മിച്ചം വരുന്നില്ല. ഈ ഒരു പൈസ പോലും മിച്ചം വരാത്ത സമയത്താണ് ഇത്രയും വലിയ ലോണിന്റെ ബാധ്യത നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, KSRTC ഇത്ര തകർന്ന് തരിപ്പണമായത് അവിടെ വരുമാനമില്ലാഞ്ഞിട്ടല്ല. അവിടെ അവർക്ക് വരുമാനമുണ്ട്, വലിയ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ നിത്യച്ചെലവുകൾ പോലും നിർവഹിക്കാൻ പറ്റാതെ വരുന്നത് ഈ ഉയർന്ന ലോണുകൾ KSRTC കൊണ്ട് എടുപ്പിച്ചതുകൊണ്ടാണ്. KSRTC കൊണ്ട് എടുപ്പിച്ച ഈ ലോണുകളുടെ തിരിച്ചടവിന്റെ ബാധ്യതയാണ് KSRTC തകർത്തുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിലേക്ക് വാട്ടർ അതോറിറ്റിയെ തള്ളിവിടാനുള്ള ഒരു നീക്കമാണ് ഈ ജലജീവൻ മിഷന് വേണ്ടി ലോൺ എടുക്കാനായിട്ട് പോകുന്നത്. 9,000 കോടി രൂപ ലോൺ ആദ്യത്തെ ഘട്ടത്തിൽ കൊടുക്കാൻ പോകുന്നു. ഈ ലോൺ എടുക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച നമ്മളുമായിട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ട് അതിന് മന്ത്രി തയ്യാറാവുന്നില്ല, MD തയ്യാറാവുന്നില്ല. അടുത്ത ആഴ്ച ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്തുണ്ട്. 14-ാം തീയതി MDയെ കണ്ട് ഇതിനു വേണ്ടി ചർച്ച നടത്തിച്ചിട്ട് ഡേറ്റ് തീരുമാനിച്ചിട്ടേ നമ്മൾ MDയെ വിടുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാരുടെ ആശങ്കകൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. ഏത് രീതിയിലാണ് ഈ ലോണിന്റെ തിരിച്ചടവ് നമ്മൾ ആലോചിക്കണം. നമ്മളുമായിട്ട് ചർച്ച ചെയ്യാതെ ചില തൽപരകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വഴങ്ങുന്നുണ്ട് നമുക്ക് കിട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ടത് KSEBിക്കുമായിട്ട് നമ്മളൊരു എസ്ക്രോ അക്കൗണ്ട് ആലോചിക്കാനോ പരിഹരിക്കാനോ അവർക്ക് താല്പര്യമില്ല. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കടുംവെട്ട് വെട്ടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. റബ്ബർ ടാപ്പിംഗ് നടത്തി അതിൻ്റെ അവസാന സമയത്ത് എല്ലാം ഊറ്റിയെടുക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അതിനാ കടുംവെട്ട് എന്ന് പറയും. ഇപ്പോൾ ഇത് സർക്കാർ കടുംവെട്ട് നടത്തിക്കൊണ്ടിരിക്കുക, ഇവർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായുള്ള പോരാട്ടം കൂടിയാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നമ്മളുടെ ഇതിൻ്റെ ഉദ്ഘാടകനായി തീരുമാനിച്ചിരിക്കുന്ന KPCCയുടെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഇവിടെ വരും എന്നാണ്. സ്വീകരിക്കാനോ
ശരിയായ കാര്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കാനോ അവർ തയ്യാറാവുന്നില്ല. അത് നമ്മുടെ കാര്യം മാത്രമല്ല. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് നഷ്ടത്തിലോ തകർച്ചയിലോ ആണ്. അവർ നിരന്തരമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക. ഇപ്പം KSRTC നമ്മളെപ്പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരളത്തിൽ. KSRTC ജീവനക്കാരുന്നയിക്കുന്ന ഒരാവശ്യവും അവരംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, KSRTC ഓടണമെങ്കിൽ ബസ് വാങ്ങണ്ടേ. കഴിഞ്ഞ 9 വർഷമായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCക്ക് വാങ്ങിയത് ആദ്യം 100 ബസ്സാണ്. ഇപ്പോൾ ഒരു 400 കൂടെ വന്നു എന്ന് പറയുന്നു. കൃത്യമായ കണക്ക് നമ്മുടെ അടുത്തില്ല. അവർ കരാർ ജീവനക്കാരെ വെച്ച് സ്വിഫ്റ്റ് പോലെയുള്ള കരാർ കമ്പനി എന്ന നിലയിൽ ബസ് ഓടിക്കുക. കരാർ തൊഴിലാളികളുടെ നിയമനത്തിനെതിരായി സമരം ചെയ്യുന്ന CPM-ഉം CIT-യും ഇന്ന് അതേ സമീപനം സ്വീകരിക്കുക. എല്ലാ സ്ഥാപനങ്ങളും KSRTC, KSEB, അതുപോലെ വാട്ടർ അതോറിറ്റി, എല്ലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ്. ഈ നഷ്ടത്തിലായ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. നമ്മളിപ്പോൾ നടത്തുന്ന സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ വരുത്തി ഈ വാട്ടർ അതോറിറ്റിയിലെ മുഴുവൻ ജീവനക്കാരും INTUC, CIT, BMS അടക്കമുള്ള എല്ലാ ജീവനക്കാരും സമരത്തിലാണ്, എല്ലാ സംഘടനകളും സമരത്തിലാണ്. അപ്പം നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. അതുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ, നമ്മളിപ്പോൾ 5-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ സമരപരിപാടി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും നമ്മുടെ നേതാക്കന്മാരെ വിളിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനുകൂലമായ സമീപനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളാരെങ്കിലും വിശ്വസിക്കുന്നോ എന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാവുകയാണ്. ഏതെങ്കിലും ഒരു മേഖല, ഇത് സത്യം പറഞ്ഞാൽ ഇത് ഭരണമാണോ ഭരണാഭാസമാണോ എന്ന നിലയിലേക്ക് പോവുക. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബറിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം 6 മാസം കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരു മാർഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പ് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിച്ച കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ ഏത് വിഭാഗം തൊഴിലാളിയാണെങ്കിലും അവരുടെ ന്യായമായ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരങ്ങനെയൊന്നുമില്ല. സ്റ്റാഫ് അസോസിയേഷൻ നടത്തുന്ന ഭാവിയിലെ സമര പരിപാടികൾക്കും പെൻഷനേഴ്സ് കോൺഗ്രസിൻ്റെ ഇതിലെ മുന്നണി പോരാളികളായ ഞങ്ങളിതിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഞങ്ങളുടെ സമര പരിപാടികളിൽ സ്റ്റാഫ് അസോസിയേഷൻ്റെ കൂടെ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പെൻഷനേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മുഖ്യമന്ത്രിയോട് എല്ലാ മന്ത്രിമാരും ഇവരുടെ നേതാക്കന്മാരടക്കം Thank you.
അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 1780000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600.